തമിഴ്നാട് കേരള ബോർഡറിലായിട്ട് നെട്ട എന്ന് പറഞ്ഞൊരു സ്ഥലം വരുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഡാമൊക്കെ ഉണ്ട്, ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. ഒത്തിരി കുരങ്ങന്മാരും പിന്നെ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെയാണ്. ഇവിടെ എല്ലാവരും വരുന്നത് എന്താ വെച്ചാൽ പുഴമീൻ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ വഴിയോരത്തൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇവിടെ അവർ ഈ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവർ ഫ്രഷ് ആയിട്ട് തന്നെ വറുത്തൊക്കെ തരും. ഇവിടെ ഈ തലക്കറിയും കപ്പയും മീൽസും ഒക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത്. നമ്മുടെ നാടൻ ഫുഡില്ലേ, അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ എന്തായാലും ഫുഡ് കഴിക്കാണ്ട് പോകുമല്ലോ കേട്ടോ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഫുഡ് എന്ന് പറയുന്നത്. മൺഡേ ഇവിടെ കടകളൊന്നും അങ്ങനെ ഓപ്പൺ അല്ല കേട്ടോ. 1-2 കടകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. നല്ല ഫേമസ് ആയിട്ടുള്ള കടകളൊക്കെ ക്ലോസ്ഡാണ്. നമുക്ക് ഈ ഡാമിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ക്ലോസ്ഡാണ്. ഞാൻ വന്നത് മൺഡേ. 1-2 കടകൾ ഓപ്പൺ ആയിട്ടുള്ളതിൽ നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടോ നോക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത സ്ലോപ്പിയ ഫിഷാണ്, തിലോപ്പിയ എന്നൊക്കെ പറയും. പിന്നെ ഇത് കട്ല, ഇതാണെങ്കിൽ ആവോലിയ, പിന്നെ ഇത് രോഹു ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ ഇവിടുത്തെ മസ്റ്റ് ട്രൈ എന്നൊക്കെയാണ് കണ്ടത്. ഇവിടെ ഡെയിലി പിടിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ് കേട്ടോ നമുക്ക് വറുത്ത് തരാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് മാരിനേറ്റ് ചെയ്ത ഫിഷിൽ നിന്ന് സെലക്ട് ചെയ്യാം ഏത് വേണമെന്ന്, അത് അവർ വറുത്ത് തരും. നമ്മൾ മീൽസും പിന്നെ കപ്പയും മീൻ വറുത്തതുകൊണ്ടോ മേടിച്ചത്. മീൻ വറുത്തത് ആവോലിയ കേട്ടോ, അതിന് 350 രൂപ കണ്ടോ. മീൽസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അവിയലുണ്ട്, തോരനുണ്ട്, പിന്നെ എന്തോ തീയലും കണ്ടാന്ന് തോന്നുന്നു. ഇഞ്ചിക്കറി ഉണ്ട്, പിന്നെ കുറച്ച് അച്ചാറും പപ്പടവും. ഇവിടെ രസവും മീൻകറിയും പിന്നെ സാമ്പാറും മോരുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ രസവും മോരുമാണ് പറഞ്ഞേ. രസം ഒരു രക്ഷയില്ല കേട്ടോ, അത് മാത്രം വെച്ച് ചോറ് കഴിക്കും. ഭയങ്കര ചൂട്, നല്ല മീൻ കേട്ടോ, ഫ്രഷ് ആണെന്നോ അല്ലേ. വറുത്ത മീൻ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഈ ഇടക്കാലങ്ങളിൽ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മീൻ വറുത്തതായിരുന്നു ഇത്. ശരിക്കും നല്ല നെയ്യൊക്കെ ഉള്ള ആവോലിയായിരുന്നു. ആവോലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷാണ്. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ഇഷ്ടമില്ലാണ്ടാവില്ലല്ലോ. എൻ്റെ ചിന്തയിൽ ആവോലി കടലിൽ മാത്രം കിട്ടുന്ന ഫിഷായിരുന്നു എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആൻറ്റി അടുത്ത് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇവിടെ രാവിലെ ഡാമിൽ നിന്ന് പിടിക്കുന്ന ആവോലിയാണ്. എനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാമിൽ ആവോലി ഉണ്ടോ എന്നൊക്കെയുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. എന്തായാലും കടലിലെ ആവോലിനേക്കാളും നല്ലതാണ് ഡാമിലെ ആവോലി. സൈഡിൽ ആ മുള്ളിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തൊക്കെ നല്ല നെയ്യ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലഷിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നല്ല ആവോലിയ. കപ്പയുടെ കൂടെ നമ്മൾ മീൻകറി വെച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഗ്രേവി മാത്രമേ ഉള്ളൂ. നോക്കട്ടെ, നല്ല ബ്രൗണിഷ് കളർ കറി, വറുത്തരിച്ച കറിയാന്ന് തോന്നുന്നു. ഉലുവ ഇച്ചിരി കൂടിയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. കപ്പയുടെ കൂടെ നമുക്ക് 2 ടൈപ്പ് അച്ചാറും പിന്നെ ഉള്ളിയൊക്കെ നമ്മൾ ചുട്ടിട്ട് കല്ലിൽ ഇടിക്കത്തില്ല, അതേ കണക്കൊരു അച്ചാറൊക്കെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് പായസമൊക്കെ തന്നിട്ടാണ് നമ്മളെ പറഞ്ഞയച്ചത്. നല്ല സ്നേഹമുള്ള ഒരു ആൻറ്റി ആയിരുന്നു കേട്ടോ, നല്ല ഫുഡും. ഈ നെട്ട എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. പക്ഷേ നമുക്ക് എവിടെയെങ്കിലും അതൊക്കെ ഇരുന്നൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഫുഡൊക്കെ കഴിക്കാനും പിന്നെ ഒരു ഈവനിങ്ങിനൊക്കെ വന്നിരിക്കാനൊക്കെ നല്ലതാണ്.